വെൽക്കം ബാക്ക് ടു സനുപ്രിയാസ് ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 10 രാജ്യങ്ങൾ ഒരുമിച്ച് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മളെ വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോന്നാ മതി. അതെങ്ങനെയാ 10 രാജ്യങ്ങൾ ഒരുമിച്ച് കാണാ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇവിടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ അന്താരാഷ്ട്ര കരകൗശലമേള നടക്കുകയാണ്. ഈ സുവർണാവസരം ജാനുവരി 8 വരെയാണ് ഉള്ളത്. എല്ലാവരും ഒരുമിച്ചിരുന്നു ഗൈസ്. കയറി കഴിഞ്ഞപ്പോ ഓരോരുത്തർ ഓരോ മൂലയിലിട്ട് ചീക്കുവിന്റെ കളിക്കുന്ന സാധനങ്ങള്, പ്രിയ ബാഗ്, എന്തൊക്കെയോ കാണാൻ എല്ലാരും ഓടി ഓടി. കൂടെ വന്ന അമ്മേനും ദിവ്യച്ചനൊന്നും കാണാനേ ഇല്ല. മീൻ വെക്കാൻ പറ്റുന്ന അടിപൊളി ചട്ടികളും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല മുത്തുമാലകൾ കണ്ടപ്പോ ഇതാ ചീക്കു അമ്മേനെ കൊണ്ട് എന്തൊക്കെയോ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് നമ്മൾ 10 രാജ്യങ്ങൾ ഒരുമിച്ച് കാണാനുള്ള കൗണ്ടറിലേക്ക് കയറിയത്. പല പല ഹിസ്റ്റോറിക്കൽ ഐറ്റംസ് ആണ് അവരവിടെ പ്രദർശിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. പിന്നെ പല നാട്ടിലെയും റഷ്യ തുടങ്ങിയ പല സ്ഥലത്തിലെയും എന്താ പറയുക പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണാടിയൊക്കെ എടുത്ത് കളിക്കുന്നത് പ്രിയ ഗൈസ്. പിന്നെ ഒരു ബൊമ്മ, അതൊരു വെറൈറ്റി തോന്നി. ഒരു ബൊമ്മേൻ്റെ ഉള്ളിൽ കുഞ്ഞു ബൊമ്മകളുണ്ട്. അത് ശ്രീകുട്ടിക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തിരുന്നു. എന്താ ഉസ്കാസ്കിസ്ഥാനാണ് എന്തോ ഒരു സ്ഥലമൊക്കെ ഏതാ പ്രിയ പോയി നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് പോസൊക്കെ തന്നെ ഗൈസ്. സിറിയത്തെയാണ് പ്രത്യേകത. സിറിയേൻ്റെ ബാഗ് ഇട്ടിട്ട് പ്രിയയും ശ്രീയ എന്ന് എൻ്റെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ശ്രീകുട്ടി അക്ഷരം വായിക്കുന്നുണ്ട് ശ്രീയ എന്ന് എൻ്റെ അവള് കുറേ നേരം നോക്കി നിന്ന്. നേപ്പാൾ ശരിക്കും നല്ല രസമാട്ടോ. നമ്മൾ ടിബറ്റൻ അല്ലേ പ്രിയ, ഒരു എഫക്ട്. അവരൊരു സാധനം കൈ തന്നിട്ട് അതിന്റെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സംഭവം അത് ഞാൻ കയ്യിൽ വെച്ചിരുന്നു. ആ സാധനം അമ്മ അവിടെ നിന്ന് കുറെ ചെറിയ ഡോൾസ് ഒക്കെ എടുത്തിട്ട് അമ്മ ചീക്കും ഡോൾസ് ഈ കത്തിനെ കൊണ്ട് പറയണ്ടേ, നമ്മളെ നേപ്പാളി കത്തി അടിപൊളിയാണ്. കത്തി എനിക്കും കത്തിയാന്ന്. കത്തി അങ്ങനെ കുട്ടികൾക്കൊന്നും തൊടാൻ പോലും കൊടുത്തില്ല. ഇതാണ് ഞാൻ ഈ സാധനം ഞാനും പറഞ്ഞത്. അത് അടിപൊളി സാധനം. കയ്യിൽ വെച്ച് വെറയായിരിക്കും നല്ല ഒരു കാന്തിക ഒരു ആവശ്യത്തില് വിറയ്ക്കും. കൈൻ്റെ നമുക്ക് ഇരിക്കളിയാൻ പോലെ തോന്നും. നല്ല രസം. ബംഗ്ലാദേശിലൊക്കെ പല ബാഗ്, ഒരു ഫിഷറി, അതൊക്കെ അവിടുത്തെ എല്ലാം എനിക്ക് തോന്നുന്നു അവിടുത്തെ വെറൈറ്റി ഐറ്റംസ്, ഈജിപ്ത് കാര്യങ്ങള് എല്ലാം ഓരോരോ സ്ഥലത്ത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് തോന്നുന്നു അവര് കൊണ്ടുവന്നിട്ട് നമുക്ക് അവരാളുകളായിട്ടുള്ള മിങ്കിൾ ചെയ്യുമ്പോ അങ്ങനെ ഒരു സംഭവം. ഈ യുഗാണ്ടത്തെ പൊളിയട്ടോ. അവിടുത്തെ കുറെ ചെറിയ കാക്കേനെയാണ് അമ്മ അവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ട്. അത് ഉഗാണ്ട ആ കാക്ക, കയ്യിലുള്ള കാക്ക, അത് ഞങ്ങൾ വാങ്ങിച്ചിരുന്നത്. ആ ചേച്ചിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങളെ വീഡിയോയിൽ അങ്ങനെ ഇതാക്കിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തവര്. പിന്നെ ടുനിഷ എന്നൊരു സ്ഥലം, കുറേ സ്ഥലങ്ങൾ കേട്ടോ. അതിൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായിരുന്നില്ല, ഇവിടെ വന്നപ്പോൾ നമ്മൾ പോയിരുന്നു. ഉണ്ടാവുന്നുണ്ട് അവിടുത്തെ ഒരു കണ്ണാടി സാധനങ്ങൾ നമുക്ക് തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാം. വരാത്തവരൊന്ന് വന്ന് നോക്കിയിട്ട് കണ്ടു നോക്കാം. പക്ഷെ ഞങ്ങള് ഫസ്റ്റ് തന്നെ പോയോണ്ട് അധികം തിരക്കവിടെ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മളെ കേരളത്തിന്റെ സാധനമാണ്. ഗവൺമെന്റ് റിബേറ്റ് ഇന്ത്യക്കുണ്ട്. അതിൽ കേരളത്തിന്റെ റിബേറ്റ് കൊടുത്ത് പിന്നെ ഫ്ലവർ ഇങ്ങനത്തെ പോട്ട് കാര്യങ്ങള് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങള്. ശ്രീകുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പറയുന്നേരം. ഇത് നമ്മുടെ നെറ്റിപ്പൊട്ട്, ഇത് തൃശ്ശൂർ ടീമാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. നെറ്റിപ്പൊട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നു. പഴം ഇങ്ങനത്തെ, അതായത് ആർട്ട്, അതായത് എല്ലാം ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. എല്ലാം ഇതാണ് ഇതിൻ്റെ പുറത്ത് എല്ലാം ഹാൻഡ് ക്രാഫ്റ്റ് ആണ് അവിടെ ചെയ്തിരിക്കുന്ന കൂടുതൽ സാധനങ്ങൾ. ഇത് നല്ല രസമാണ്. ക്രിസ്റ്റൽ, ഫുള്ള് ക്രിസ്റ്റലിന്റെ ഐറ്റംസ് ഉണ്ട്. ഇത് രാജസ്ഥാൻ ആയിട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പൊട്ടുണ്ട് കുഞ്ഞി, അതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. ചെറിയ വിലയുണ്ട്, ഒരു 40-50 രൂപയ്ക്ക് വരുന്ന കുഞ്ഞി ക്രിസ്റ്റൽ ശ്രീകുട്ടി എടുത്തിരുന്നു. കുഞ്ഞി സാധനം ഷോക്കേസിലോട്ട് വെക്കാൻ വേണ്ടി അങ്കിള് കുട്ടികൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വേണം. കഴിയുമ്പോഴേക്കും പ്രിയക്ക് വിശന്ന് ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ടുള്ള ഫുഡ് കോർട്ടിൽ അവിടെ അന്ന് ഇതുണ്ടല്ലേ, ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അതെ, പല ഐറ്റംസ്, എല്ലാ ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാട്ടോ ഗൈസ്. എനിക്ക് കപ്പ ബിരിയാണി പൊളിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. അപ്പൊ അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ പൊതുവെയുള്ള കപ്പ ബിരിയാണി എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം ടോക്കൺ എടുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചേച്ചിമാരെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരും. പിന്നെ നമ്മളെന്താ മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്തില്ല, അവർ ബില്ല് ചെയ്തില്ല. പിന്നെ ചേച്ചി തന്നെ നമുക്ക് ചേച്ചി പോയിട്ട് പൈസ അടച്ചിട്ട് നമുക്ക്
കപ്പ ബിരിയാണി അതാണ് സൂപ്പർ. ഇത് സൂപ്പർ സാധനം, നല്ല നല്ല ടേസ്റ്റ്. എല്ലാം ഞാൻ taste പുറമേ ഉണ്ട്. നിന്ന് കഴിച്ചിട്ടുണ്ട് കപ്പ ബിരിയാണി പണ്ട്, പക്ഷെ എനിക്ക് ഇവരത് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ, നാടൻ ചിക്കൻ കറി ഉണ്ട്, അതും പിന്നെ കായും കോഴിയും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ര അത് അങ്ങ് എനിക്കും അത്ര, പോകുന്നില്ല. അതാണ് പ്രിയപ്പെടുന്ന സാധനം. അതെനിക്ക് കായും കോഴി അതെനിക്ക് അത്ര തോന്നിയിട്ടില്ല. അതും ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ്, പക്ഷെ അത്ര എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. പക്ഷെ കപ്പ ബിരിയാണി പൊളിയായിരുന്നു. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇതാ എല്ലാ രാജ്യങ്ങളെ ഫ്ലാഗ്സും ഉണ്ട്. അപ്പൊ പ്രിയ ഇന്ത്യന്റെ ഫ്ലാഗ് തപ്പി നടക്കുന്നുണ്ട്. രോമാഞ്ചം കണ്ടത് പ്രിയ സെല്യൂട്ടൊക്കെ അടിച്ച്. പിന്നെ ഞങ്ങൾ ഇറങ്ങി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണത്തില് പിന്നെ അവിടെ പുറമെ വെച്ചില്ല, നമ്മൾ സ്ഥിരം അവിടെ ഉള്ള സംഗതികൾ തന്നെയാണ്. അവിടെ ഒന്ന് രണ്ട് റീൽസ് ഒക്കെ എടുത്ത് പ്രിയ പശുവിനെ പോലെ വന്ന് ഈ കുട്ടി ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളവിടെ സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു. ഓക്കെ ബൈ.